നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോം ഓട്ടോമേഷൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഹോം ഓട്ടോമേഷൻ എന്ന്? പണ്ടൊക്കെ ഒരു വീടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ, മിനുക്ക് പണിയും ഫർണിച്ചറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കയറിക്കൂടലായിരുന്നു പൊതുവേ ഉള്ളൊരു പരിപാടി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഹോം ഓട്ടോമേഷൻ എന്നൊരു കാര്യം കൂടി പരിഗണിക്കാറുണ്ട്. എന്താണ് ഹോം ഓട്ടോമേഷൻ? നമ്മുടെ വീടുമായി നമുക്ക് കൂടുതൽ കണക്ടിവിറ്റി ഉണ്ടാക്കി തരുന്നതാണ് ഹോം ഓട്ടോമേഷൻ. നമ്മൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ വീടിനെ കാണാൻ സാധിക്കും. വീടുമായിട്ടുള്ള ബന്ധം പുലർത്താൻ സാധിക്കും. കൂടുതൽ സൗകര്യപ്രദവും കൂടുതൽ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹോം ഓട്ടോമേഷൻ. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് എനിക്കൊരു എക്സ്പീരിയൻസ് സെൻറ്റർ വിസിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. കാൻഡിൽ എന്ന ബ്രാൻഡിൻ്റെ എക്സ്പീരിയൻസ് സെൻറ്ററാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് അതിശയിപ്പിക്കുന്ന, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഹോം ഓട്ടോമേഷൻ സെറ്റപ്പുകളാണ്. ഒരുപാട് എക്യുപ്മെൻറ്റുകൾ, നമ്മൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റുകൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുണ്ടെന്ന്. ഒരു വീട് പണി കഴിയുമ്പോഴത്തേക്കും ഹോം ഓട്ടോമേഷന് ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ കൃത്യമായി വളരെ ഉത്തരവാദിത്തോടു കൂടി കാൻഡിൽ ടീം വന്നിട്ട് നിങ്ങൾക്കത് ചെയ്തു തരും. ഞാനിവിടെയുള്ള ഓരോ ഉപകരണങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇപ്പോൾ എൻ്റെ ഒപ്പം കാൻഡിലിൻ്റെ പോളുണ്ട്. പോള് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരും. പോളെ നമസ്കാരം. വെൽക്കം ടു കോട്ടയം. ഹോം ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാം. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് റീൽ ചെയ്തിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ്? ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് സംഭവം? ഇതെല്ലാം പല സെൻസറുകളാണ്. ഈ ബോർഡിന്റെ ടോപ്പിൽ തന്നെ കാണാം റിഫ്ലക്സ് സീരീസ്. ഫസ്റ്റ് ലെയർ ഇരിക്കുന്നതാണ് നമ്മുടെ മോഷൻ ഡിറ്റക്ടർ. അത് ബേസിക്കായിട്ട് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കാം. മോഷൻ ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ ഒരു അനക്കത്തിനെ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വേണ്ടത്, നമുക്ക് ലൈറ്റ് കത്തുവോ അല്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ, ഇപ്പം അല്ലെങ്കിൽ നമുക്കൊരു ഡോർ തുറക്കുന്ന സമയത്ത് ഒരാൾ വരുന്നു, ആ മോഷൻ ഡിറ്റക്ടർ നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്പുട്ട് കൊടുക്കാം. ലൈറ്റ് ആകാം, ബസർ ആകാം, അലാറം ആകാം, എന്താകാം, ഒന്ന് ചെയ്യും അല്ലേ? അപ്പൊ അത് മോഷൻ ഡിറ്റക്ട് ചെയ്യുന്നത്. അതിന്റെ അകത്തെ മോഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം വരുന്നത് ഈ പെറ്റ്സ്, പിന്നെ ലീഫ്, അതെല്ലാം അതിന്റെ അകത്ത് വരുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഹ്യൂമൻ മാത്രം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സെൻസറുകൾ നമുക്ക് ഇതിനകത്ത് വരും. ഇതൊക്കെ നമുക്ക് ആപ്പിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം നമുക്ക് ആപ്പിൽ കസ്റ്റം കിട്ടും. നമുക്ക് ഔട്ട്പുട്ട്, നമ്മളിപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു ലൈറ്റ് എന്നുള്ളത്, അതെല്ലാം നമുക്ക് ആപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത്. ലൈറ്റ് കത്തണോ മെസ്സേജ് വരണമെന്നുള്ള നമ്മൾ ആപ്പിൽ അത് കൊടുക്കുന്നത്. ഡോർ സെൻസറുകൾ, ഇത് വളരെ അത്യാവശ്യമുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. ചെറിയ എക്യുപ്മെൻറ്റുകളാണ്. ഡോറിൻ്റെ അവിടെ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോർ തുറക്കുമ്പോൾ ലോകത്ത് എവിടെയാണെങ്കിലും, നമ്മളോ മറ്റൊരാളോ, നമുക്ക് പരിചയമില്ലാത്തവരോ പരിചയമുള്ളവരോ ആയിക്കോട്ടെ, ഒരാൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അത് ഏത് രീതിയിലായാലും, മെസ്സേജായിട്ടോ അലാമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ലൈറ്റ് കത്തുന്ന രീതിയിലായിട്ടോ, എങ്ങനെ വേണമെങ്കിലും നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. പല രീതിയിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഡോർ സെൻസറിൻ്റെ പല വേരിയൻറ്റുകളുണ്ട്, പല ആപ്ലിക്കേഷൻ ഉണ്ട്, പല കസ്റ്റമൈസേഷൻ ഉണ്ട് അതിന്. പിന്നെ നമുക്ക് വരുന്നതാണ് നിങ്ങൾ നേരത്തെ പരിചയമുള്ള നമ്മുടെ ഗ്യാസ് ലീക്ക് സെൻസർ. നമ്മുടെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ സെൻസ് ചെയ്തിട്ട് അലാം വേണമെങ്കിൽ അലാം, അല്ലെങ്കിൽ നമുക്ക് വാൽവ് നമ്മൾ ഓട്ടോമാറ്റിക്കലി കട്ടാവും. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് വീട്ടിൽ ഗ്യാസ് ലീക്ക് ആവുകയാണെങ്കിൽ ഈ ഒരു എക്യുപ്മെന്റ്, ഈ ഒരു മൊഡ്യൂൾ അത് സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇത് കട്ടാവും. അതിന്റെ ഷോർട്ട് കപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യും. അത് ഭയങ്കര ഒരു ഫീച്ചർ തന്നെയാണ് അല്ലേ? ഒരുപാട് പേർക്ക് ഇല്ലെങ്കിൽ സമയത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഗ്യാസ് സെൻസർ നമുക്ക് 2 മോഡൽ വരുന്നു. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെൻസർ ഒരു ഗ്യാസ് ലീക്ക് സെൻസ് ചെയ്താൽ നമുക്ക് കുറെ സെറ്റ് ഓഫ് ആക്ഷൻസ് നടക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. അലാറം കേൾക്കുന്നില്ല, കംപ്ലീറ്റ്. ഇതേ ഒരു അലാറം ഉണ്ട്. അത് കൂടാതെ നമ്മുടെ ബാക്കി ഇനിയും വരാൻ പോകുന്ന സാധനങ്ങളുണ്ട്. അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ ഓഫ് ചെയ്തേക്കാം. നമുക്ക് അതിലോട്ട് വരുമ്പോൾ നമുക്ക് അത് കാണിക്കാം. ഇത് നോട്ടിഫിക്കേഷൻ ആകാം, ഇതുപോലെ എന്തുള്ള നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് സ്മോക്ക് സെൻസർ, അങ്ങനത്തെ രീതിയിലൊക്കെ പിന്നെ ഇത് നമുക്ക് വാട്ടർ, ഇതൊക്കെ നമ്മുടെ വീട്ടിലത്തെ വൈഫൈ ആയിട്ടാണ്. എല്ലാം വൈഫൈ ആയിട്ടാണ്. ഈ കണ്ട എല്ലാം വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യും. അതെ അതെ. മോഷൻ സെൻസർ വയർഡും ഉണ്ട്, വയർലെസ്സും ഉണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു സീരീസ് വരുന്നതാണ് IR ബ്ലാസ്റ്റർ. ഈ ഒരു പ്രൊഡക്റ്റ് ചിലപ്പം കണ്ടിട്ടുണ്ട്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിലെ ഒരു റൂമിലുള്ള എല്ലാ എക്യുപ്മെന്റുകളും, റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റുകളും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആപ്പ് വഴിയും ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും, മൊബൈല്, അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സിറി, ഇവിടെ എല്ലാം നമുക്ക്. അപ്പൊ അതിന്റെ നമുക്ക് പുതിയ കുറച്ച് മോഡൽസ് വന്നു. ഈ 3 മോഡൽ ടേബിൾ ടോപ്പ് ആയിട്ടാണെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് ഇതിനകത്ത് ടൈമർ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഡേറ്റ്, അങ്ങനത്തെ എല്ലാം. ഇതും സ്വിച്ചുകളാണ് അല്ലേ? പക്ഷേ ഇത് വയറിംഗ് ഇല്ല ഇതിന്. വയറിംഗ് ഇല്ല. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത്? നമ്മള് സ്മാർട്ട് ആക്കിയിട്ടുള്ള ഡിവൈസിലുണ്ട് നമുക്ക് കുറച്ച് റെട്രോഫിറ്റ് മോഡൽസ് ഒക്കെ വെച്ചിട്ട് ആ ഡിവൈസിലെ ഉള്ള ഒരു എക്യുപ്മെന്റിനെ നമുക്ക് ഇതിലോട്ട് അസൈൻ ചെയ്യാം. സീൻ സ്വിച്ച് എന്ന് പറയാം. സീൻ സ്വിച്ച്. അത് നമുക്കൊരു സീൻ ഇതിലേക്ക് കസ്റ്റം ചെയ്ത് വെക്കാം, ആഡ് ചെയ്യാം. നമ്മൾ ഗുഡ് മോർണിംഗ് അലക്സ എന്ന് പറയുമ്പോൾ കുറെ ആക്ഷൻ നടക്കും, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് അലക്സ, അതെല്ലാം വോയിസ് പോലെ തന്നെ നമുക്ക് സ്വിച്ചിൽ. ഇപ്പൊ രാവിലെ എണീറ്റിട്ട് നമ്മുടെ വീടിന്റെ കർട്ടൻ പൊങ്ങണം എന്നിട്ട് ഉള്ളത് നമുക്ക് സെറ്റ് ആക്കി വെക്കാം. ജസ്റ്റ് ബട്ടൺ അമർത്തിയ കർട്ടൻ. ഇതിൽ ഒരു ആക്ഷനെ പറ്റുള്ളൂ അല്ലേ? ഇതിനൊരു ആക്ഷൻ പറ്റും. അങ്ങനെ കുറെ ആക്ഷൻ ഉള്ളത് ഉണ്ടോ? നമുക്ക് അതുകൊണ്ട് നമുക്ക് 4 സ്വിച്ചിന്റെ നമുക്ക് വരുന്നുണ്ട്. SOS ബട്ടൺ, എമർജൻസി ബട്ടൺ. ഗ്യാസ് ലീക്ക് എന്നുള്ളതല്ല, നമുക്ക് എമർജൻസി വന്നാൽ നമുക്ക് ജസ്റ്റ് ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ അലാറം കാര്യങ്ങളെല്ലാം നടക്കുക എന്നുള്ളത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ.
പിന്നെ ഞാൻ അവിടെ കണ്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് ഫിംഗർ ബോട്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് ബോട്ടാണ് കേട്ടോ. ആ ബോട്ട് നമുക്ക് സ്വിച്ചുകളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒട്ടിച്ച് വെക്കാം. ശേഷം നമുക്ക് മൊബൈൽ വഴി ആ ബോട്ടിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു തരത്തിലുള്ള ഹോം ഓട്ടോമേഷൻ നടത്താത്തൊരു വീടാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്വിച്ച് മാത്രം കൃത്യമായി വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ബോട്ടിനെ അവിടെ നിങ്ങൾ ഒട്ടിച്ച് വെച്ചാൽ മതി. ക്യാൻഡിലിൻ്റെ ആപ്പ് മൊബൈലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ബോട്ടിനെ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ലോകത്തെ എവിടെ നിന്ന് വേണമെങ്കിൽ. അടിപൊളിയാണ് അല്ലേ? അപ്പൊ ഇതൊരു സോളിനോയിഡ് വാൽവ് എന്ന് പറയും, പലർക്കും അറിയാതിരിക്കാം. ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സെറ്റപ്പ് ഇതിന്റെ അകത്ത്. നമ്മുടെ ഈ നോർമൽ സ്വിച്ചിനെ സ്മാർട്ട് ആക്കുന്ന ഡിവൈസ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്, ബോണ്ടകത്തുണ്ട്. അപ്പൊ ഈ ഡിവൈസ് തൊട്ട് 230 ഇവിടെ നമ്മൾ ഇത് ചെക്കുമ്പോൾ ഇതുണ്ടല്ലേ ഓപ്പൺ ആയി. ഇവിടെ ഒരു ഇൻഡക്ഷന്റെ സൗണ്ടും കേൾക്കാം ഇത് പിടിക്കുമ്പോൾ. അതുപോലെ ഓഫും ചെയ്യാം. ഇത് ഇറിഗേഷൻ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്, എസ്റ്റേറ്റുകളിലും കാര്യങ്ങളും. അതെ, കാരണം എസ്റ്റേറ്റിലൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ നമുക്ക് അവിടെ പോയി എപ്പോഴും ചെയ്യുന്നതിനേക്കാൾ നല്ല ടൈം വെച്ചാൽ ടൈമിന്റെ കാര്യം ഓട്ടോമാറ്റിക്കലി നടന്നു. റെട്രോ ഫിറ്റ് മൊഡ്യൂൾസ്. നിങ്ങളുടെ വീട്ടിലെ ഏത് പഴയ സ്വിച്ചും ആയിക്കോട്ടെ, ആ സ്വിച്ചിനെ നമുക്ക് സ്മാർട്ട് ആക്കാൻ പറ്റും. അതായത് നിങ്ങൾ എത്ര പഴയ വീടാണെങ്കിലും സ്വിച്ച് ബോർഡ് എത്ര പഴയതാണെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് വീട്ടിലെ ആ സ്വിച്ച് ബോർഡിലെ എല്ലാ എക്യുപ്മെൻറ്റുകളും വർക്ക് ചെയ്യിപ്പിക്കാം, ലൈറ്റ് കത്തിക്കാം, മറ്റെന്ത് കാര്യങ്ങളും ചെയ്യാം. ഈ മൊഡ്യൂളുകൾ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ചാൽ മാത്രം മതി. അതിമനോഹരമായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. നിങ്ങളുടെ വീട് എത്ര പഴയതാണെങ്കിലും നിങ്ങൾക്ക് ഈ ഫെസിലിറ്റി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ആ സ്വിച്ച് വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യാം, സ്മാർട്ടുമാണ്. ലോകത്ത് എവിടെ നിന്നും നിങ്ങൾക്ക് ആ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റ് ചെയ്യാം. ഇതൊന്നും സംഭവം സ്മാർട്ട് പ്ലഗ്. സ്മാർട്ട് പ്ലഗ്, ഓ അടിപൊളി. അതായത് ഇപ്പോൾ ഇതൊന്നും ചെയ്യാത്തവർക്ക് പെട്ടെന്നൊന്ന് ഒരു പ്ലഗ് സ്മാർട്ട് ആക്കണമെന്ന് വെച്ചാൽ ഇത് മാത്രം മേടിച്ചാൽ മതി. വൈഫൈ അല്ലേ വർക്ക് ചെയ്യുന്നത്? ഇവിടെ നോക്കുമ്പോൾ ഇതൊരു പ്ലഗ് വെച്ചേക്കുക. വേറൊരു കേസ് ഞാൻ പറയാം. ഇപ്പം സ്മാർട്ട് പ്ലഗ് ആയിട്ട് പുറത്തേക്കുന്ന കസ്റ്റമർക്ക് ഒരു വൃത്തിയോട് തോന്നുകയാണെങ്കിൽ ഇതാ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺ ഓഫ് കിട്ടും, ലോഡ് നമുക്ക് എത്ര അത് കൺസംഷൻ എടുക്കുന്നുണ്ടെന്നുള്ള അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു 25 R1PM, അതായത് 25 ആംപിയറിന്റെ പവർ മൗണ്ടിങ് ഉള്ള ഇത് ഇതിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നോക്കി കഴിഞ്ഞാൽ നോർമൽ സോക്കറ്റ്. പക്ഷേ സ്മാർട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഇഷ്ടം പോലെ ചിലർക്ക് പുറത്തിരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കാം, അങ്ങനെയാണ് നമുക്ക് അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കേസുകളാണ്. പെട്ടെന്നൊരു ആവശ്യങ്ങൾ, ഒരാള് സ്മാർട്ട് ഇതല്ലാത്ത വീട്ടിലുള്ള ഒരാൾ പെട്ടെന്നൊന്ന് വിദേശത്ത് പോവുകയാണ്, അവിടുന്ന് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് വീട്ടിൽ എല്ലാ ദിവസം പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനം മാത്രം മേടിച്ചാൽ മതിയല്ലോ. ശരിക്കും പ്രവർത്തിപ്പിക്കുന്ന ഞാൻ പറയും, ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, അത് എന്തേരം കറണ്ട് എടുക്കുന്നുണ്ടോ എന്ന് അറിയണം. നമ്മൾ ഇതേ ത്രൂ ആ കുത്തി നമ്മൾ പ്ലഗ് ചെയ്തേക്കുന്നെങ്കിൽ നമുക്ക് അതിന്റെ കൺസംഷൻ എല്ലാം അറിയാൻ പറ്റും. ഓ, അതും അറിയാൻ പറ്റും, കൺസംഷൻ അറിയാൻ പറ്റും. അതെ, എന്തേരം കറണ്ട് എടുക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. ആ ഫീച്ചർ ഉണ്ട് അല്ലേ? അതെ. ഇപ്പൊ നമ്മൾ കണ്ടതല്ല വൈഫൈ സീരീസ് ആണ്. പിന്നെ വരുന്നത് ടച്ച് സ്വിച്ചുകളാണ്. അതായത് ഫിസിക്കൽ സ്വിച്ചുകളിൽ നിന്നൊരു മാറ്റം, ഫിസിക്കൽ സ്വിച്ചുകളിൽ നിന്ന് ടച്ച് സ്വിച്ചുകളിലേക്ക് എല്ലാവരും മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ടച്ച് സ്വിച്ചുകൾ കാണാൻ നല്ല ഭംഗിയാണ്, അവിടെ ഫിസിക്കലായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ ഫിംഗർ അവിടെ കൊണ്ടുവച്ച് ടച്ച് ചെയ്താണ് നമ്മളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ആ ടച്ച് സ്വിച്ചിലെ കളറുകൾ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ ഭിത്തിയുടെ കളർ എന്താണോ അതിനനുസരിച്ചുള്ള കസ്റ്റമൈസേഷൻ നമുക്ക് ആ ടച്ച് സ്വിച്ചുകൾക്ക് കൊടുക്കാൻ പറ്റും. സൂപ്പറാണല്ലേ? ഇപ്പോൾ ഒരു ചെറിയ സ്വിച്ച് ബോർഡിൽ 2 ഫിസിക്കൽ സ്വിച്ചുകൾക്ക് പകരം നമുക്ക് 4 സ്വിച്ചുകൾ അവിടെ കൊടുക്കാൻ പറ്റും. സ്പേസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ റിസോർട്ടിലും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലേ അവിടെ പ്രത്യേക തരം സ്വിച്ചുകൾ, അതായത് ഒരു കാർഡ് കൊണ്ടുപോയി ഇടുമ്പോൾ അവിടുത്തെ എല്ലാ എക്യുപ്മെൻറ്റുകളും ഓൺ ആവുന്നതും പിന്നെ അവിടുത്തെ ബ്രാൻഡിൻ്റെ നെയിം എഴുതിയ സ്വിച്ച് ബോർഡുകളും അങ്ങനെയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡിങ് ആ സ്വിച്ച് ബോർഡിൽ കൊടുക്കണമെങ്കിൽ അത് നമ്മുടെ ക്യാൻറ്റീനിനോട് പറഞ്ഞാൽ മതി. അവർ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അത് ചെയ്തു തരും. വേറെ ബ്രാൻഡുകളുടെ പ്ലേറ്റിൽ നമുക്ക് ടച്ച് കയറ്റാൻ പറ്റും. അതെ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ശരി, അതായത് ഇങ്ങനത്തെ തന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന സംഭവം വേണോ അല്ലേ? അതെ, അതായത് ഇപ്പോൾ ചിലർക്ക് ഈ ഒരു ഫിനിഷ് ആയിരിക്കും ഇഷ്ടം, അല്ല ഈ ഫിനിഷ് ഇത് പല കോമ്പിനേഷൻ അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ക്യാൻഡിലിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ കണ്ടു, ഇവിടെ നോർമൽ സ്വിച്ചും ഉണ്ട്, നമ്മുടെ ക്യാൻഡിലെ ടച്ച് പാനൽ ടച്ച് സ്വിച്ചുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് വേണം. ഇവിടെ അതുപോലെ തന്നെ കാണാം, ഇതൊരു 6 സ്വിച്ചും 2 മാനുവൽ സ്വിച്ചും. നമുക്ക് അടുത്ത വരുന്നതാണ് ടച്ച് പാനൽസ്. ഇത് കംപ്ലീറ്റ്ലി ക്യാൻഡിലെ ടച്ച് പാനൽസ് ആണ്. വേറെ ഒരു ഇന്റഗ്രേഷൻ ഇല്ല, തേർഡ് പാർട്ടി ഇന്റഗ്രേഷൻ ഒന്നുമില്ല. ഇത് നമുക്ക് വരുമ്പോൾ നോർമൽ സ്വിച്ച് ആയിട്ട്, അതായത് നോർമൽ സ്വിച്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എനിക്ക് ഈ സ്വിച്ചുകളുള്ള ഓൺ ഓഫ് മാത്രം മതി. അങ്ങനെ അങ്ങനെയും കൊടുക്കാം. സ്മാർട്ട് ആയിട്ട് വേണമെങ്കിൽ സ്മാർട്ട് ആയിട്ടും ചെയ്യാം. ഇനിയിപ്പം ആദ്യം നമ്മൾ നോർമൽ സ്വിച്ച് മേടിച്ച് വെച്ച് പിന്നെ നമുക്കൊന്ന് സ്മാർട്ട് ആക്കണമെങ്കിൽ അന്നേരം നമുക്ക് അതിനുവേണ്ടി ഇത് മാറ്റമൊന്നും വേണ്ട, ജസ്റ്റ് അതിന് വേണ്ട ഒരു ഡിവൈസ് മാത്രം ഇതിൽ പ്ലഗ് ചെയ്താൽ മതി. ഇതൊക്കെ ഒരു സ്വിച്ച് തന്നെ ഒരുപാടുണ്ടല്ലോ ഒരു പ്ലേറ്റിൽ. അതെ അല്ലേ? നമുക്ക് ഇതൊക്കെ വരുമ്പോൾ 18 മോഡൽ, ഇതിന് മോഡുലാർ സൈസ് 18 ആണ്. നമുക്ക് 24 സ്വിച്ച് വരെ ചെയ്യാൻ പറ്റും. 24 സ്വിച്ച് മാത്രം കാണത്തുള്ളൂ, വേറെ ഒന്നും കാണില്ല. അതെ. പിന്നെ അതുപോലെ കളർ ഇവിടെ കാണാം, വൈറ്റ്, ഗ്രേ, ബ്ലാക്ക്. ഇപ്പം നാളെ ഒരു കസ്റ്റമർ പറയുകയാണ് 18 മോഡൽ വൈറ്റ് ആണെങ്കിൽ വൈറ്റേ കൊടുക്കാം. അതേപോലെ തന്നെ ഇനിയുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫിനിഷ് ഉണ്ട്, ഇത് അക്രിലിക് എന്ന് പറയും. ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് അക്രിലിക്. നമുക്ക് ഗ്ലാസ് വരുന്നത്, ഇത് കണ്ടോ, ഇത് രണ്ടും സ്ക്രാച്ച് പ്രൂഫ് ആണ്. പക്ഷെ ഗ്ലാസ് എപ്പോഴും ടെമ്പർ ഗ്ലാസ് പക്കായിട്ട് നമുക്കായിരിക്കും. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ എഡ്ജ് ഇവിടെ കാണാം, ഇത് സ്മാർട്ട് ടച്ച് പാനൽസിൻ്റെ അകത്ത് തന്നെ ഇതുണ്ട്, എഡ്ജ് ആയത്
ഓക്കെ. അതായത് ഈ എഡ്ജിലെ കട്ടിങ് ആ ഓക്കെ, അതുകൊണ്ടാണ് എഡ്ജ് സീരീസ് വന്നിരിക്കുന്നത് അല്ലേ? എഡ്ജ് സീരീസ് അപ്പൊ ഇതിന്റെ എല്ലാം ഈ കളർ കസ്റ്റമൈസബിൾ ആണ്. എഡ്ജിന് ഇപ്പൊ ഇവിടെ കാണാം, ഇത് സിൽവർ ആണ്, ഇത് ഗോൾഡ് ആണ്, ഇത് ബ്ലാക്ക് ആണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇന്റർചേഞ്ച് ചെയ്യാം. ഗൈസ് ഇതൊക്കെ സ്മാർട്ടാണ് ഈ സ്വിച്ചുകൾ. ഇതൊന്നും നമുക്ക് ഇവിടെ വന്ന് തുടരണമെന്നില്ല. നമുക്ക് എല്ലാം നിങ്ങളുടെ ഫോൺ ത്രൂ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതെല്ലാം സ്മാർട്ട് സ്വിച്ചസ് ആണ്, വെറുതെ ടച്ച് മാത്രം കൊണ്ടുവന്നിരിക്കുകയല്ല. പിന്നെ നമുക്ക് ആപ്പിലേയും കൂടെ ജസ്റ്റ് നമുക്ക് ഇതിൽ ഇന്റർഫേസ് കാണിക്കാം. ഇപ്പൊ ഇവിടെ ഈ ഓൺ ഓഫ് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇത് രണ്ടും ഓൺ ഇവിടെ കാണാം, ഇതിന്റെ കളർ മാറുന്നുണ്ടോ. ഓക്കെ, യെസ് യെസ്. അതുപോലെ ഞാൻ ഓൺ ആയി കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ എനിക്ക് ഇതിന്റെ എല്ലാ ഹിസ്റ്ററി അറിയാൻ പറ്റും. ഇത് മാനുവലി ആണോ ചെയ്തത്, അലക്സ ആണോ അല്ലെങ്കിൽ നമ്മളാണോ ചെയ്തത്, എല്ലാം നമുക്ക് ഹിസ്റ്ററിയും കിട്ടിക്കോളും. അപ് ടു 1 വീക്ക് എപ്പോഴൊക്കെ ഏതൊക്കെ എക്യുപ്മെന്റ് വർക്ക് ചെയ്യിപ്പിച്ചു എന്നുള്ള വിത്ത് ടൈമാണ് നമുക്ക് കിട്ടുന്നത്. അതിനാണ് ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഹിസ്റ്ററി നമുക്ക് ഇതിന്റെ അകത്ത് അറിയാൻ പറ്റും. ഇതാണ് നമുക്ക് ചെയ്തേക്കുന്നുള്ളത്, ഫുൾ ഡീറ്റെയിൽസ് അല്ലേ? അതെ, മാനുവൽ സ്വിച്ചിങ് ആണോ അലക്സ ഏതാണോ നമ്മൾ ചെയ്യുന്നത് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ക്യാൻഡിലിൽ പ്രീമിയം സ്വിച്ചുകൾ അവൈലബിൾ ആണ്. കാണാൻ നല്ല ഭംഗിയാണ്, ലക്ഷറി ടൈപ്പ് സെറ്റപ്പ് ആണ്. നമുക്ക് അതിൽ ലെതറിന്റെ തന്നെ ബ്ലാക്കും വൈറ്റും ഉണ്ട്, പിന്നെ ഗ്ലാസിന്റെ ഉണ്ട് ബ്ലാക്കും വൈറ്റും ഉണ്ട്, പിന്നെ അലൂമിനിയം ടൈപ്പ് വരുന്നുണ്ട്. പല കളേഴ്സിന്റെ അവൈലബിൾ ആണ്. 1, 2, 3, 4 സ്വിച്ചുകളുള്ള വേരിയന്റുകൾ അവൈലബിൾ ആണ്. നിങ്ങളൊരു പ്രീമിയം ടൈപ്പ് വീടാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള സ്വിച്ചുകൾ കൊണ്ടുവെക്കുമ്പോൾ അവിടെ കൂടുതൽ ഭംഗിയാക്കുകയുള്ളൂ. ആ പ്രീമിയം ഫീല് നമുക്കവിടെ നിലനിർത്താൻ സാധിക്കും. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഇത്രയും നേരം കണ്ട കുറെ സ്മാർട്ട് എക്യുപ്മെന്റ്സ് ഉണ്ട്. നോർമൽ സ്വിച്ചിനെ സ്മാർട്ട് ആക്കുന്നു, മോഷൻ സെൻസർ, ഡോർ സെൻസർ, IR ബ്ലാസ്റ്റർ, ഇതിനെല്ലാം നമുക്ക് ഒരൊറ്റ സ്ക്രീനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഈ കുഞ്ഞു സ്ക്രീനിലേക്ക് സ്മാർട്ട് കൺട്രോൾ പാനൽ. അതായത് ഒരു വീട്ടിൽ കംപ്ലീറ്റ് ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ കംപ്ലീറ്റ് സാധനം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കിട്ടും. കോളിംഗ് ബെൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും. നമുക്ക് ആ കോളിംഗ് ബെൽ ചെയ്തിന്റെ സ്ക്രീൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു AC നമ്മുടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ ബീപ്പ് കേൾക്കുന്നില്ലേ? കേട്ടു കേട്ടു കേട്ടു. നമുക്ക് ഏത് ടെമ്പറേച്ചർ വേണം നമുക്ക് താത്താൻ പറഞ്ഞു. ഡോർ സെൻസർ നമുക്ക് അറിയാൻ പറ്റും. എല്ലാം നമുക്ക് കൺട്രോൾ ഈ ഒരു ചെറിയ സ്ക്രീനിൽ അല്ലേ? ഇത് നമ്മുടെ ഇപ്പൊ അവിടുത്തെ വാൽവിന്റെ അടിപൊളി. ആ വാൽവിന്റെ അതുപോലെ എല്ലാം TV ലൈറ്റുകള്. വീട്ടമ്മമാര് നിൽക്കുന്ന സ്ഥലത്ത് ഒന്നിക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യാം. അതെ, ഈ 2 സ്ഥലമാണ് കൂടുതൽ നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിലെ. ആ വീട്ടമ്മമാർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ ഡീറ്റെയിൽസും അവർക്ക് മുമ്പിൽ കിട്ടല്ലേ. ഈവൻ നമ്മൾ ഗേറ്റ് ഓട്ടോമേറ്റ് ഉണ്ടോ നമുക്ക് അത് ഇവിടെ നമുക്ക് തുറക്കാനോ. ഗേറ്റിലുള്ള ക്യാമറന്റെ വ്യൂ ഇവിടെ കിട്ടുമോ? അങ്ങനെയും കൊടുക്കാം, അതും കൊടുക്കാം. അതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ നമുക്ക് ക്യാമറ കൂടെ നോക്കിയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടാണ് നമുക്ക് ഗേറ്റ് അൺലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. വേറെ വേർഷൻ സെയിം ഫീച്ചേഴ്സ് തന്നെ, ഇച്ചിരി കൂടി വലിയ സ്ക്രീൻ ആയിരിക്കും. ഇതാണ് നമുക്ക് ഇച്ചിരി എഴുതല്ലേ ഇപ്പൊ ഇവിടുത്തെ ഇതാണ് നമുക്ക് ഇച്ചിരി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഗൈസ്, എൻ്റെ അടിപൊളി സംഭവം കാണിച്ചു തരാം. അലക്സ, ഗുഡ് മോർണിംഗ്. ഓൾറെഡി ഉള്ള ഒരു കർട്ടണിലേക്ക് ആണല്ലോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എല്ലാ ടൈപ്പ് കർട്ടണിലും പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ചില ചുരുക്കം മാത്രമല്ല നമുക്ക് അതിൻ്റെ അകത്തൊരു ഇത് വരും. അത് വിളിച്ചു വെച്ചാൽ നമുക്ക് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇപ്പം വോയിസിൽ കണ്ടു. അത് കൂടാതെ നമുക്ക് മാനുവൽ സ്വിച്ചിങ് ഓപ്പറേഷൻ ഉണ്ട്. ഗൂഗിൾ അസിസ്റ്റന്റ്, സിറി എല്ലാമായിട്ട് കണക്ട് ചെയ്യാം. ഒട്ടുമിക്ക വീടുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഹോം ഓട്ടോമേഷൻ സെറ്റപ്പാണ് ഗേറ്റ് ഓട്ടോമേഷൻ. അതായത് നമ്മുടെ വണ്ടികളോ അല്ലെങ്കിൽ നമ്മളോ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗേറ്റ് തുറക്കുക എന്നുള്ളത് ഒരുപാട് വീടുകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ പല നൂതനമായിട്ടുള്ള സംവിധാനങ്ങളും ക്യാൻഡിലിൻ്റെ കൈവശമുണ്ട്. 3 തരത്തിലുള്ള ഗേറ്റ് ഓട്ടോമേഷനാണ് ഉള്ളത്. സ്ലൈഡിങ്, പിന്നെ സ്വിങ്, പിന്നെ റോളിംഗ്. സ്ലൈഡിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. സൈഡിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് സ്ലൈഡ് ചെയ്ത് പോകുന്നതാണ് സ്ലൈഡിങ്. അതൊരു അടിപൊളി സിസ്റ്റമാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ കറണ്ട് ഇല്ല എന്ന് വെച്ചോ, കറണ്ടും പോയി, നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടറും പോയെങ്കിലും വീണ്ടും അതിൻ്റെ ഉള്ളിലൊരു ബാറ്ററി ഉണ്ട്. നമുക്ക് ഈ ഗേറ്റ് പ്രവർത്തിപ്പിക്കാൻ പറ്റും കുറച്ച് തവണ. കൂടാതെ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ നമുക്ക് ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ അടുത്ത് നമ്മളൊരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ ഇടയിൽ പെട്ടു എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് സെൻസറുകളുണ്ട്, ഗേറ്റ് സെൻസറുകളുണ്ട്. ആ സെൻസറുകൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷന് ബ്ലോക്കായിട്ട് എന്ത് വന്നാലും ഗേറ്റ് അടയാത്ത രീതിയിൽ നമുക്കത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഓട്ടോമാറ്റിക് ഗേറ്റുകൾ വെക്കുന്നവരും ഇപ്പോൾ വെച്ചിട്ടുള്ളവരും ഈ സെൻസർ വെക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് സ്വിംഗ് ഗേറ്റിൻ്റെ സംവിധാനമാണ്. മെജോറിറ്റി വീടുകളിലും സ്വിംഗ് ഗേറ്റുകളായിരിക്കും. ആ ഗേറ്റുകൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻ്റാണ് നമ്മൾ അതിൻ്റെ ബേക്കിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ ഫലപ്രദമായിട്ടുള്ള സ്മാർട്ട് സംവിധാനമാണിത്. നമുക്ക് ലോകത്ത് എവിടെ നിന്നും വേണമെങ്കിലും നമ്മുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഗേറ്റ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗം പരന്ന പ്രദേശമല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഈ സ്വിംഗ് ഗേറ്റ് സെറ്റപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വരുന്നത് റോളിംഗ് ഗേറ്റ് ആണ്. മുറ്റം പരന്നതാണെങ്കിൽ ഇതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ എക്യുപ്മെൻറ്റിൻ്റെ അടിയിൽ, ആ ഒരു ബോക്സിൻ്റെ അടിയിൽ ഒരു ചക്രമാണുള്ളത്. ആ ചക്രം റോൾ ചെയ്തിട്ടാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഈ 3 ഗേറ്റുകളുടെയും പ്രത്യേകത സ്മാർട്ട് ഗേറ്റുകളാണ്. നമ്മുടെ ആപ്പുമായിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും, ഇപ്പോൾ നമ്മളൊരു വിദേശ രാജ്യത്താണെങ്കിൽ നമ്മുടെ വീട്ടിൽ മീറ്റർ റീഡിങ്ങിനായിട്ട് ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ടെങ്കിൽ CCTVയിലൂടെ നമുക്ക് അവരെ കാണാൻ സാധിക്കും. ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അടിപൊളി സംവിധാനമാണ് അല്ലേ? ലൈറ്റുകളാണ്, ലൈറ്റുകൾ അല്ലേ?
RGB ലൈറ്റുകൾ എന്നൊക്കെ പറയും. ഇപ്പൊ ഇതിനൊക്കെ നമുക്കൊരു ഡിമ്മിങ് ഒക്കെ ചെയ്യാൻ പറ്റും. പല കളറിൽ ഇപ്പം വാം വൈറ്റും വൈറ്റ് വരുന്നത് ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. അതെ, നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ലക്സ് എന്നുള്ള സീരീസിന്റെ അകത്താണ് ഇതെല്ലാം വരുന്നത്. നമുക്ക് ആപ്പ് വഴി എല്ലാം കൺട്രോൾ ചെയ്യാം. ഇവിടുത്തെ കട്ടന്റെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാതില്ല ഫുൾ. നമുക്ക് ഇത് ഓൺ ആക്കണമെങ്കിൽ ഇതുണ്ടല്ലോ. ഇപ്പൊ ഇത് ഭയങ്കര ബ്രൈറ്റ് ആണ്. ഇത്രയും ബ്രൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബ്രൈറ്റ്നസ് കുറയ്ക്കാം. ഓക്കെ, ഉണ്ടല്ലേ. യെസ്. പിന്നെ നമുക്ക് വൈറ്റ് ലൈവായിട്ട് നടക്കുന്നുണ്ട്. വൈറ്റ് അടിപൊളി. ഇതിന്റെ ടെമ്പറേച്ചർ എല്ലാം ഇവിടെ കാണാം. നമുക്കിപ്പോൾ ഓഫ് ചെയ്തേക്കാം. അത് ഭയങ്കര ഒരു ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ അതുപോലെ ഇതിന്റെ എല്ലാ പല ടൈപ്പ്. ഇപ്പം നമ്മൾ ഈ ലൈറ്റ് കൂടാതെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് നമ്മുടെ വീട്ടിൽ കാണുമല്ലോ, അതിനെ നമുക്ക് ചെയ്യാൻ പറ്റും. നോർമലി നമ്മുടെ വീട്ടിലെ സ്ട്രിപ്പ് ലൈറ്റ് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ അതും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന ലൈറ്റിനെ വെച്ച് കാണിച്ചു തരുവാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന ഈ ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഇവിടെ കാണാം. ഇത് നമുക്ക് നല്ല ബ്രൈറ്റ് അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്രൈറ്റ്നസ് കുറയ്ക്കാം. ഇതിന് ഫോണിൽ ചെയ്യുമ്പോൾ ലൈവായിട്ട് മാറുകയാണ്. അതെ, ഉള്ള സ്ട്രിപ്പ് ലൈറ്റിനെ നമ്മുടെ ഡിവൈസ് വെച്ച് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും. ഓഫ് ഔട്ട് അല്ല, നമുക്ക് ഫുൾ ബ്രൈറ്റ്നസ് എടുക്കാം. ഇത് നോർമൽ സ്ട്രിപ്പിന്റെ കേസ് പറഞ്ഞു, വീട്ടിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള. കൂടാതെ നമുക്ക് ഇപ്പോൾ RGB സ്ട്രിപ്പ്, അതായത് മൾട്ടി കളർ വരുന്ന സ്ട്രിപ്പുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കാണുന്നില്ല. അപ്പോൾ അത് നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് RGB, അതായത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് കാണാം. റെഡ് വേണമെങ്കിൽ റെഡ്. വീടിന്റെ ഏത് മൂഡാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് മാറ്റി ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ കളറുകളും റെഡോ ഗ്രീനോ ഏത് ലോകത്തുള്ള ഏത് കളറും ശരിക്കും പറഞ്ഞാൽ 16 മില്യൺ കളർ കോമ്പിനേഷൻസ് ആണ് അവർ. കാരണം ഓരോ പോയിന്റിലും ഓരോ മൈന്യൂട്ട് ഡിഫറൻസ്. ഇനി അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ടി മോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും പാട്ടിനനുസരിച്ച് ആക്കാൻ പറ്റും. അങ്ങനെയും ചെയ്യാൻ പറ്റും. പറ്റുമല്ലേ? അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പൊ അത് പല മൂഡ് അനുസരിച്ച് നമുക്ക് തന്നെ കൊടുക്കാം. ഓരോ കളർ ഇത്ര നേരം വന്ന് പോണം രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാം അല്ലേ? ഇത് വരുമ്പോൾ നമുക്ക് സ്ട്രിപ്പ് മാറേണ്ടത്. മുമ്പത്തെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രിപ്പിനെയാണ് നമ്മളിത് ഡിമ്മിങ് ചെയ്തത്. ഇത് നമുക്ക് കാരണം ആ കളറുള്ള സ്ട്രിപ്പ് വേണം നമ്മൾ അതിന് വെക്കാൻ വേണ്ടി. ഇതാണ് SGX സീരീസ്. ഹെവി ലോഡ് എക്യുപ്മെന്റുകൾ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സ്മാർട്ട് സ്വിച്ചുകളാണ്. നോർമൽ സ്വിച്ചുകളല്ല, നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാം. ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാം. ഇനിയിപ്പോൾ വീട് മൊത്തത്തിൽ നമുക്ക് അതിന്റെ എനർജി, ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള ഫങ്ഷൻസ് നമ്മുടെ നിലവിലുള്ള എനർജി മീറ്ററിലുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇത് സ്മാർട്ടാണ്. ഓക്കെ, നമ്മുടെ ഉള്ള എനർജി മീറ്റർ നമ്മൾ അവിടെ ചെന്ന് നോക്കണം. ഇതിൽ നമുക്ക് ഇതെല്ലാം കിട്ടിക്കോളും. എവിടെ കിട്ടിക്കോളും. ഓരോ ആ മീറ്ററിനുള്ള ഒരു റീപ്ലേസ്മെന്റ് അല്ലല്ലോ ഇത്. ഒരിക്കലും ഇത് റീപ്ലേസ്മെന്റ് അല്ല. KCBയുടെ മീറ്റർ നമുക്ക് മാറ്റാനും പറ്റില്ല. KCBയുടെ മീറ്ററും ഫ്യൂസും കഴിഞ്ഞിട്ടേ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് ഓൾട്ടർനേറ്റ് അല്ല ഒരിക്കലും ഇത്. ഇത് നമുക്ക് നമ്മുടെ എനർജി കൺസംഷൻ അറിയാൻ വേണ്ടി എത്ര നമ്മൾ യൂസ് ചെയ്ത് എത്ര രൂപയായി എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആപ്പിൽ അറിയാൻ പറ്റും. അതെ, ഈ ഒരു സ്ലാബ് എന്ന് കേട്ടില്ല, നമുക്ക് 100 യൂണിറ്റ് വരെ ഒരു റേറ്റ്, 150 വരെ ഒരു യൂണിറ്റ്. ചിലപ്പോൾ നമ്മൾ 149 യൂണിറ്റ് ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം. അതിന് ചിലപ്പോൾ ഒരു റേറ്റ് വന്നതാണ്. നെക്സ്റ്റ് ടൈം 151 അല്ലെങ്കിൽ 152 വരുന്നെങ്കിൽ ഈ റേറ്റ് ഭയങ്കരമായിട്ട് കൊടുക്കും. അതാ KCBയുടെ ഒരു ചാർട്ട് നോക്കിയാൽ പിന്നെ അറിയാൻ പറ്റും. ആ റേറ്റ് നമ്മളാണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആപ്പിൽ നമ്മളെ സെറ്റ് ചെയ്ത് അതാ KCB സെറ്റ് നമുക്ക് റേറ്റ് അറിയാൻ പറ്റും. ആ റേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പറഞ്ഞു വരുന്നത് ഇപ്പോൾ അവർ 3 യൂണിറ്റ് ഡിഫറൻസിനാണ് നമുക്ക് നല്ല ഡിഫറൻസ് വരുന്നത്. അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ കാണുന്ന എക്യുപ്മെന്റ് നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും. പലപ്പോഴായിട്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് വെള്ളം പാഴായി പോകാറുണ്ട്. മോട്ടർ ഇടുന്ന സമയത്ത് ഓവർഫ്ലോ ആയി പോകാറുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം ഒഴിവാക്കാനും വെള്ളം തീരുമ്പോൾ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലായിട്ട് ടാങ്ക് ഫില്ല് ചെയ്യാനുമുള്ള ഒരു എക്യുപ്മെന്റ് ആണിത്. ഈ സെൻസറുകൾ നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ക്യാൻഡിൽ ആപ്പുമായിട്ടുള്ള കണക്ഷനിലാണ് ഇതെല്ലാം നടക്കുന്നത്. നമുക്ക് മാനുവലായിട്ടും ചെയ്യാം, കൂടാതെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടും നമുക്ക് നമ്മുടെ ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് സർവൈലൻസ് ക്യാമറകളുടെ ഒരു പിടി കളക്ഷനാണ്. ക്യാൻഡിൽ എക്സ്പീരിയൻസ് സെന്ററിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. നിങ്ങളുടെ നീഡ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സോളാർ CC ക്യാമറയാണ്. നിങ്ങളൊരു എസ്റ്റേറ്റിൻ്റെ ഓണറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾതാമസമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ CC ക്യാമറ നിങ്ങൾ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ മതി. മറ്റ് വയേർഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഒന്നും തന്നെ വേണ്ട. സോളാറിൻ്റെ പവറിൽ ഈ ക്യാമറ വർക്ക് ചെയ്തോളും. ഒരു വലിയ ബാറ്ററി ബാക്കപ്പ് അതിൽ തന്നെ ഉണ്ട്. സോളാറിൽ നിന്ന് ആ ബാറ്ററി ചാർജ് ആയിക്കോളും. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന വിഷ്വൽസ്, അവിടെ തന്നെ മെമ്മറി സ്റ്റോറേജ് ഉണ്ട്. കൂടാതെ ഒരു സിം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ആ ഡാറ്റ മൊത്തം നമ്മുടെ കൈവശം എത്തുന്നതാണ്. ഒരുപാട് പേർക്ക് ഈ ക്യാമറ ആവശ്യം വരും. ഇപ്പോഴത്തെ കാലത്ത് ഗേറ്റ് ക്യാമറ ഒരു അത്യാവശ്യ സംഭവം തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ആര് വരുന്നെങ്കിലും ഗേറ്റിൻ്റെ പുറത്ത് വെച്ച് തന്നെ അവരെ നമുക്ക് വീടിൻ്റെ അകത്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സംവിധാനമാണത്. വീടിൻ്റെ ഉള്ളിൽ സെറ്റാക്കിയിരിക്കുന്ന സ്ക്രീനിലോ TVയിലോ അല്ലെങ്കിൽ നമ്മുടെ ക്യാൻഡിലിൻ്റെ ആപ്പിലോ പുറത്ത് വന്നിരിക്കുന്ന ആളെ കാണാൻ പറ്റും. വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ വാക്വം മോപ്പ് അല്ലേ? ഇത് നമുക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സ്വിച്ച് ഞെക്കിയാലും കിട്ടും, കൂടെ ടൈം ഇടാം. അതുപോലെ നമുക്ക് ഇത് നമ്മുടെ മൊബൈലിൽ നമുക്ക് കിട്ടും. മാപ്പ് ചെയ്യാൻ പറ്റും. ഇത് മാപ്പ് ചെയ്യുന്ന മോഡലല്ല, മാപ്പ് ചെയ്യുന്ന മോഡൽ നമുക്ക് അവൈലബിൾ ഉണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും ഈ മോപ്പ് അല്ലെ ഗേറ്റ് ഉൾപ്പെടെ ഒറ്റ ആപ്പിലായിരിക്കും. സംഭവങ്ങളെല്ലാം ഒറ്റ ആപ്പിൽ കൺട്രോൾ ചെയ്യും. അതെ, ഇനി പറയാൻ പോകുന്ന
ഡോർ ലോക്ക് പോലും അതെല്ലാം നമുക്ക് ഈ ഒറ്റ ആപ്പിലായിരിക്കും നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ മോപ്പ് നമ്മളുടെ വാക്വം ക്ലീനർ പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് എല്ലാം അറിയാൻ പറ്റും. സ്റ്റാർട്ട് കൊടുക്കണമെങ്കിലോ സ്റ്റോപ്പ് കൊടുക്കണമെങ്കിലോ അല്ല ചാർജിങ് സ്റ്റേഷനിലോട്ട് പോകണം. പിന്നെ നമുക്ക് ഷെഡ്യൂളും ചെയ്തിടാം. ഒരു എല്ലാ ദിവസവും മോർണിംഗ് 2 AM നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു സമയം. പിന്നെ ക്യാൻഡിലുള്ള വലിയൊരു കളക്ഷനാണ് സ്മാർട്ട് ലോക്ക് കളക്ഷൻ. പ്രീമിയം സ്മാർട്ട് ലോക്സും ഉണ്ട്, നോർമൽ സ്മാർട്ട് ലോക്സും ഉണ്ട്. നമുക്കൊരു ഫിസിക്കൽ കീന്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഏറ്റവും സെക്യൂർ ആയിട്ട് നമുക്ക് വീട് പൂട്ടി പോകാൻ പറ്റും. വീട്ടിൽ വരുന്ന ആളുടെ വിഷ്വൽസ് അടക്കം നമുക്ക് തരുന്ന സ്മാർട്ട് ലോക്കുകളുണ്ട്. കീ ഓപ്പൺ ചെയ്യാൻ 10ഓളം സ്മാർട്ട് ഫെസിലിറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. പാസ്വേഡ് യൂസ് ചെയ്യാം, RFID കാർഡ് യൂസ് ചെയ്യാം, ഫോണിലെ ആപ്പ് യൂസ് ചെയ്യാം, OTP യൂസ് ചെയ്യാം, ഫേസ് റെക്കഗ്നിഷൻ ഉണ്ട്. ഈ മെത്തേഡുകളിലൂടെ നമുക്ക് ഈ സ്മാർട്ട് ലോക്കുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. സ്മാർട്ട് ലോക്കുകൾ എപ്പോഴൊക്കെ ഓപ്പൺ ചെയ്തു, ആരൊക്കെ ഓപ്പൺ ചെയ്തു എന്നുള്ള കംപ്ലീറ്റ് ലോഗ് നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയി കിട്ടും. ഓ, ക്യാൻഡിലിന്റെ ഫുൾ ഫോം ഇതാണല്ലേ? ക്യാൻ ഡു ലിറ്ററലി എവറിത്തിങ്. അടിപൊളി. ആരാണ് ഇട്ടത്? അത് അതൊക്കെ ഓരോ ഐഡിയാസ് അല്ല, ഓരോ സ്റ്റേജിലുള്ള ഓരോ ഐഡിയാസ്. നമുക്ക് ഇതിനൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോർ ലോക്ക് ഈ ഗ്ലാസ്സെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗ്ലാസ്സെ കട്ട് ചെയ്യുകയോ ബ്രേക്ക് ചെയ്യുകയോ ഒന്നും വേണ്ട. ഒരു സിംഗിൾ കട്ടിങ്ങോ ഒന്നും നമുക്കിതിന് വേണ്ട. ഇത് ക്യാൻഡിലിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് സെൻ്റർ ആണ്. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക, നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അവർ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്മാർട്ട് സംവിധാനങ്ങൾ, ഹോം ഓട്ടോമേഷൻ സെറ്റപ്പുകൾ അടിപൊളിയാണ്. ഞാനിപ്പോൾ കാണിച്ച ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ആവശ്യമുള്ളതായിരിക്കും. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ അവരെ വിളിക്കുക, അവർ നിങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്തു തരും. ഹോം ഓട്ടോമേഷനിലെ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനികളിലൊന്നാണ് ക്യാൻഡിൽ. അപ്പോൾ നല്ലൊരു ഡിജിറ്റൽ ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. ബൈ.